സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. പ്രിയ കുടുംബാംഗങ്ങളെ, ഇന്ന് ഞാൻ പറയുന്നൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ, സ്ത്രീകൾ കാലിൻ്റെ വിരലിലിടുന്ന ഒരു ആഭരണമുണ്ട്. പേര് മിഞ്ചി എന്നാണ്, അല്ലെങ്കിൽ അതിനെ മിട്ടി എന്നും പറയാറുണ്ട്. ഇത് എന്തിനാണ് ഇടുന്നത്? അങ്ങനെ ഇടണമെന്ന് നിർബന്ധമുണ്ടോ? ഇതൊരു അനാചാരമാണോ, അല്ലെങ്കിൽ ഒരു ഫാഷൻ ആയിട്ടിടുന്നതാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ നിരവധി ആർക്കുണ്ടാവും. ഞാൻ നമ്മുടെ ചാനലിലിടുന്ന പല വീഡിയോയുടെയും താഴെ മിഞ്ചിയെക്കുറിച്ച് ഒരു വീഡിയോ ഇടൂ എന്ന് പറഞ്ഞ് നിരവധി ആൾക്കാർ കമൻ്റ് ഇടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വിഷയത്തിലേക്ക് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ചോദ്യം ഇതാണ്, എന്തിനാണ് കാലിൻ്റെ വിരലിൽ മിഞ്ചി എന്നിടുന്നത് എന്നർത്ഥം. നമ്മൾ ചിന്തിക്കേണ്ടത് വെച്ചാൽ, ഈ മിഞ്ചി എന്ന് പറയുന്ന സമയത്ത് എന്താണെന്ന് പല ആൾക്കാർക്ക് മനസ്സിലായി കാണില്ല. ചില പുരുഷന്മാർക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല, എന്നാൽ സ്ത്രീകൾക്ക് ഒരുവിധ ആൾക്കാർക്കൊക്കെ ഇത് മനസ്സിലായി കാണും. നമ്മളെ കൈയിൻ്റെ വിരലിലൊക്കെ മോതിരിടുന്നല്ലേ, അതേപോലെ കാലിലിടുന്ന ഒരുതരം മോതിരമാണ് ഈ പറയുന്ന മിഞ്ചി എന്ന് പറയുന്നത്. അപ്പോൾ പൗരാണിക കാലഘട്ടങ്ങളിൽ വിവാഹത്തിന് സ്ത്രീകൾ ധരിക്കുന്ന 16 തരത്തിലുള്ള ആഭരണങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ഏറ്റവും സവിശേഷമായിട്ടുള്ള ഒരു ആഭരണമാണ് ഈ പറയുന്ന മിഞ്ചി. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അതിനെന്തോ പ്രാധാന്യമുണ്ട്. ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല, കൃത്യമായി പറഞ്ഞ രാമായണ കാലഘട്ടത്തിൽ തന്നെ ഉണ്ട് എന്നാണ് പറയുന്നത്. രാമായണത്തിൽ രാവണൻ സീതയെ അപഹരിച്ചു കൊണ്ടുപോകുമ്പോൾ തൻ്റെ ഭർത്താവിന് എന്നെ അന്വേഷിച്ച് വരുമ്പോൾ ആ വഴി കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തൻ്റെ ശരീരത്തിലുള്ള ആഭരണങ്ങളൊക്കെ അഴിച്ച് ഒരു കിഴിയായിട്ട് താഴേക്ക് ഇട്ടു എന്നാണ് പറയുന്നത്. അത് ആർക്ക് കിട്ടി? പഞ്ചവാനരന്മാരായിട്ടുള്ള സുഗ്രീവനും ഹനുമാനൊക്കെ ഇരിക്കുമ്പോൾ അവിടെയൊക്കെയാണ് വന്ന് വീണത്. അവരതെടുത്ത് വെച്ചു. പിന്നെ സുഗ്രീവനും ശ്രീരാമനും തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ ഈ കഥ ഒരു പുഷ്പക വിമാനത്തിൽ ഒരാളിങ്ങനെ താഴേക്ക് കളഞ്ഞിട്ടുണ്ടെന്നും അത് ഇത് തന്നെയാണോ എന്നിടത്ത് കാണിച്ചു കൊടുക്കുന്നു. ഈ കാണിച്ചു കൊടുക്കുമ്പോൾ ശ്രീരാമന് തൻ്റെ ഭാര്യയോടുള്ള ആ സ്നേഹാധിക്യത്താൽ കണ്ണുനീര് കൊണ്ട് ഈ ആഭരണങ്ങൾ ഏതാണ് തിരിച്ചറിയാൻ പറ്റുന്നില്ല. കണ്ണുനീര് കൊണ്ട് കണ്ണ് കലങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ ലക്ഷ്മണനോട് പറയും, ലക്ഷ്മണ ഇത് നോക്കൂ, ഇതിൽ ഏതെല്ലാം സീതാദേവിയുടേതാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് കഴുത്തിലുള്ള ആഭരണങ്ങളുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള ആഭരണമുണ്ട്. ഇതൊന്നും ലക്ഷ്മണന് കണ്ടതായിട്ട് പോലും ഓർമ്മയില്ല. അവസാനം ആദ്യം എടുക്കുന്നത് ഈ മിഞ്ചി എന്ന് പറയുന്ന ഇതും അതുപോലെ തന്നെ കാലിലിടുന്ന പാദസരമാണ്. എന്നിട്ട് പറയുന്ന വെച്ചാൽ ഇത് സീതാദേവിയുടേതാണ്, ഉറപ്പാണ്, യാതൊരു സംശയമില്ല. അപ്പോൾ സുഗ്രീവൻ ചോദിച്ചു, ഇതൊന്നും നിങ്ങൾക്ക് തിരിച്ചറിയാം, ഇത് മാത്രം എങ്ങനെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞെന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് എന്താ വെച്ചാൽ, എല്ലാ ദിവസവും ഞാൻ സീതാമാതാവിൻ്റെ കാല് തൊട്ട് നമസ്കരിക്കും. അപ്പോൾ നിത്യവും കാല് തൊട്ട് നമസ്കരിക്കുമ്പം ആ വിരലിൻ്റെ മുകളിലാണ് എൻ്റെ ഈ കൈകൾ തൊടുക, കാലിൻ്റെ വിരൽ. അപ്പോൾ ആ വിരലിൻ്റെ മുകളിലുള്ള കാലിൻ്റെ വിരലിലുള്ള ഈ ആഭരണം ഞാൻ പ്രത്യേകിച്ച് കാണും. അതുപോലെ തന്നെ പാദസരം കാണും. മറ്റ് ആഭരണങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല, കാരണം സീതാദേവിയുടെ മുഖത്ത് പോലും ഞാൻ നോക്കിയിട്ടില്ല എന്നുള്ളത് ഒരു സൂചനയാണ് ലക്ഷ്മണൻ പറയുന്നത്. അപ്പോൾ ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല, ഇത് പൗരാണിക കാലഘട്ടത്തിലെ ഉള്ള ഒരു സംഭവമായിട്ട് വേണം നമ്മൾ കണക്കാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ മിഞ്ചി എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു വിഭാഗം ആൾക്കാർ ഒരു ഫാഷനായിട്ടാണ് കാണുന്നത്. അതിൻ്റെ മഹത്വം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ഫാഷനായിട്ട് അവർ കാണുന്നത്. കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഇതിനൊക്കെ ശാസ്ത്രീയമായിട്ട് ഒരുപടി അടിത്തറയുണ്ട്. ഹൈന്ദവരുടെ ആചാരരീതിയിലും അതുപോലെ തന്നെ വേഷഭൂഷാദികളിൽ പോലും അതിൻ്റെതായിട്ടുള്ള തനിമയത്തുണ്ട്, അതിനൊരു ശാസ്ത്രീയമായ വശമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ നോക്കൂ, ഇന്ന് നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, സ്വർണത്തിൻ്റെതായിട്ടുള്ള മിഞ്ചി നമുക്ക് കാണാം, വെള്ളിയുടേതായിട്ടുള്ള മിഞ്ചി കാണാം, അതുപോലെ തന്നെ ബ്ലാക്ക് മെറ്റലിൻ്റെത് നമുക്ക് കാണാൻ പറ്റും, അതുപോലെ തന്നെ ഈ ഡയമണ്ട് പോലത്തേതും മറ്റും, അങ്ങനെ പല തരത്തിലുള്ള സാധനങ്ങൾ ഇന്ന് രംഗത്തിറങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, ഈ സാധനം ത്തിൻ്റെ മുകളിൽ കല്ലുകൾ വെച്ചിട്ട് മനോഹരമാക്കിയിട്ടുണ്ടാവും, മണികൾ വെച്ചിട്ട് മനോഹരമാക്കിയിട്ടുണ്ടാവും. അങ്ങനെ നിരവധി തരത്തിലുള്ള സ്റ്റീലിൻ്റേതടക്കമുള്ള മിഞ്ചി ഇന്ന് നമുക്ക് കിട്ടും. എന്നാൽ നമ്മൾ ഉപയോഗിക്കേണ്ടത്
യാതൊരു സംശയവും വേണ്ട, വെള്ളിയുടേത് മാത്രം. മറ്റൊന്നും ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ഗുണമൊന്നും കിട്ടില്ല. വെള്ളിയുടേത് ഉപയോഗിക്കണമെന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ വെള്ളിയാണ് ഏറ്റവും നല്ല ചാലകശക്തിയുള്ള ഒരു സാധനം. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ ചെയ്ത 2-3 വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. അതിൽ പാദസരത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, മൂക്കൂത്തിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ മേക്കാതിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം എന്തിനാണ് എന്നുള്ളതിൻ്റെ ശാസ്ത്രീയമായ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അരക്ക് താഴോട്ട് നമ്മൾ എപ്പോഴും ഉപയോഗിക്കേണ്ടത് എന്താണ്? വെള്ളി ആഭരണം മാത്രമാണ്. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഗുണം നമ്മൾക്കുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി ഞാൻ പറഞ്ഞു, ഇത് വളരെ അത്യാവശ്യമായിട്ടൊരു ആഭരണമാണ്. ഇത് എവിടെയാണ് ധരിക്കേണ്ടത്? നമുക്കറിയാം, കാലിൽ 5 വിരൽ, ഒരു കാലിന് ഇപ്പുറത്തെ കാലിനും 5 വിരലുണ്ട്. എന്നാൽ ഇത് നമ്മുടെ ശരീരത്തിന് ഗുണം ലഭിക്കണമെങ്കിൽ കാലിൻ്റെ ചുണ്ടം വിരലുണ്ടല്ലോ, 2 ഭാഗത്തും ഏറ്റവും വണ്ണമുള്ളൊരു വിരൽ, അതിനോട് ചേർന്നിട്ടുള്ള 2ാമത്തെ വിരലുണ്ട്, ആ വിരലിലാണ് ഇത് ഇടേണ്ടത്. അവിടെ ഇട്ടാലാണ് ഇതിന് ഗുണം നമുക്ക് ലഭിക്കുന്നത്. മറ്റുള്ള വിരലിൽ ഇടണ്ട എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ നമുക്ക് ഗുണം വേണമെന്നുണ്ടെങ്കിൽ ആ 2ാമത്തെ വിരലിൽ വേണം ഇടാൻ. എന്താണ് ഈ 2ാമത്തെ വിരലിടുമ്പോഴുള്ള ഗുണം? ശ്രദ്ധിക്കേണ്ടത്, ഈ 2ാമത്തെ വിരലിലൂടെ, എല്ലാ വിരലിലൂടെയും നിരവധി നാഡീവ്യൂഹങ്ങൾ നമ്മുടെ ശരീരത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. എന്നാൽ ഈ 2ാമത്തെ വിരലിലൂടെ കടന്നു പോകുന്ന നാഡീവ്യൂഹം നേരെ ചെല്ലുന്നത് ഗർഭപാത്രത്തിലേക്കാണ്. അപ്പോൾ ഗർഭപാത്രത്തിനെ ശക്തിപ്പെടുത്താൻ ഇത് ഏറ്റവും ഉപകരിക്കുന്നു എന്നർത്ഥം. എങ്ങനെയാണ് ശക്തിപ്പെടുന്നത് കൂടി നമ്മൾ ചിന്തിക്കണം കേട്ടോ. കാരണം ഭൂമിയിലുള്ള കാന്തിക തരംഗങ്ങളെ ആഗിരണം ചെയ്തിട്ട് അത് ഈ ഞരമ്പിലൂടെ കൃത്യമായിട്ട് നമ്മുടെ ശരീരത്തിൽ പ്രതിഫലിപ്പിക്കാൻ കഴിവുള്ളതാണ് ഈ മിഞ്ചി എന്നർത്ഥം. അപ്പോൾ ആ മിഞ്ചി ഈ കാലിൻ്റെ വിരലിൽ ടൈറ്റായിട്ട് കിടക്കുമ്പോൾ ആ ഞരമ്പിലൂടെയാണ് ഈ പ്രവർത്തനം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗർഭാശയ സംബന്ധമായിട്ടുള്ള ആരോഗ്യം നിലനിർത്താൻ ഏറ്റവും പ്രധാനമാണ് ഈ പറയുന്ന മിഞ്ചി. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, ഇത് ധരിക്കേണ്ടത് വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ്. വിവാഹം കഴിഞ്ഞതിന് മുമ്പ് ഇത് ധരിക്കേണ്ട ഒരാവശ്യമില്ല. അപ്പോൾ വിവാഹത്തിനോടനുബന്ധിച്ച് വധു കതിർമണ്ഡപത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ അവർ കൊണ്ടുവരുന്ന ആഭരണത്തിൽ മിഞ്ചിയും പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്നു. ഇപ്പോഴും പല സ്ഥലങ്ങളിലും ആ മിഞ്ചി വരൻ്റെ വീട്ടുകാർ കൊണ്ടുവന്നിട്ട് വധുവിനെ അണിയിക്കുന്ന ഒരു ചടങ്ങായിട്ട് തന്നെ നടത്തുന്ന സ്ഥലങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് വെച്ചാൽ ഈ മിഞ്ചി ധരിക്കുന്ന ആൾക്കാരുടെ ഗർഭാശയ സംബന്ധമായ ആരോഗ്യം നിലനിർത്തുന്നു എന്ന് മാത്രമല്ല, ശരീരത്തിലുള്ള രക്തസമ്മർദ്ദങ്ങളെയും നിയന്ത്രിക്കാൻ ഈ മിഞ്ചിക്ക് കഴിയും എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. കൂടാതെ ഈ സ്ത്രീകൾക്ക്, പ്രത്യേകിച്ച് ഒരു പെൺകുട്ടി ഗർഭിണിയാകണമെന്നുണ്ടെങ്കിൽ അവരുടെ മാസമുറ കൃത്യമായി നടക്കണം. ഈ മാസമുറ കൃത്യമായി നടക്കാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾ ഈ മിഞ്ചി ഒന്ന് പരീക്ഷിച്ച് നോക്കൂ, വലിയൊരു മാറ്റം നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ കൃത്യമായി മാസമുറകൾ നടന്നാൽ മാത്രമേ അവൾക്ക് നല്ല ആരോഗ്യമുള്ളൊരു കുട്ടിക്ക് ജന്മം നൽകാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ മാസമുറ കൃത്യമായി നടത്താനും ഈ മിഞ്ചി കാരണം ഉപകാരപ്രദമാകുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. തീർന്നിട്ടില്ല, നിരവധി ഗുണങ്ങളാണ് ഈ മിഞ്ചിക്കുള്ളത്. അതിലൊന്നാണ് ഈ പ്രത്യുൽപാദന പ്രക്രിയ ഉണ്ടല്ലോ, അതിനെയും ആരോഗ്യപരമായി നിലനിർത്താൻ ഈ വെള്ളി ആഭരണമായിട്ടുള്ള മിഞ്ചിക്ക് ഉപകരിക്കുന്നുണ്ട്. പ്രത്യുൽപാദന പ്രക്രിയയെ അത് വളരെ ആരോഗ്യപരമായി നിലനിർത്തുന്നു. ഇതൊന്നും കൂടാതെ ഒരു കുടുംബത്തിൻ്റെ ഏറ്റവും പ്രധാനമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, വിവാഹം കഴിഞ്ഞ വരനും വധുവും അല്ലെങ്കിൽ ചെറുക്കനും പെണ്ണിനും പരിപൂർണമായിട്ടുള്ള സംതൃപ്തി വേണം കിടപ്പറയിൽ. രണ്ടാളുടെയും സന്തോഷത്തോടു കൂടി, രണ്ടാളുടെയും സമ്മതത്തോടു കൂടി അവർ ശാരീരികമായി ബന്ധപ്പെടുമ്പോൾ അത് കൃത്യമായിട്ട് രണ്ടാൾക്കും അതിനോടൊരു താല്പര്യം ഉണ്ടാകണം. എന്നാൽ പല സ്ത്രീകൾക്കും ചില അവസരത്തിൽ ഇതിനോട് താല്പര്യമില്ലാത്ത അവസ്ഥ വരും. അത് ശാരീരികമായ പല ബുദ്ധിമുട്ടുകളാണ്. ചില പുരുഷന്മാർക്കുണ്ടാവും, അതിനുള്ള വേറെ കാര്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ സ്ത്രീകൾക്ക് ഈ ലൈംഗിക ശേഷി നിലനിർത്താൻ വേണ്ടിയിട്ടും ഈ പറയുന്ന മിഞ്ചി വളരെ പ്രധാനമായ ഘടകമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു, അതൊക്കെ കൊണ്ടാണ് വിവാഹത്തിന് ശേഷം മാത്രമേ ഈ ആഭരണം ധരിക്കാവൂ എന്ന് പറയുന്നത്. ഇത് കൂടാതെ
ഈ ആർത്തവത്തിൻ്റെ സമയമാവട്ടെ അല്ലെങ്കിൽ കുടുംബപരമായ പ്രശ്നങ്ങളുള്ള സമയമാവട്ടെ ഇവർക്ക് മാനസികമായ പിരിമുറുക്കം ഉണ്ടാകും. പല സമയത്തും പൊട്ടിത്തെറിക്കുന്നൊരവസ്ഥയുണ്ടാകും. മാനസികമായിട്ട് ശാരീരികമായിട്ട് പല പ്രശ്നങ്ങൾ വരുമ്പോഴും അതിനെയും നിയന്ത്രിക്കാൻ ഈ പറയുന്ന മിഞ്ചിക്ക് കഴിയുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ നമ്മളെന്ത് വേണം? വിവാഹം കഴിയുന്ന ഇനിയെങ്കിലും നമ്മുടെ നാട്ടിൽ നിന്ന് അങ്ങനെ ഒരു ആചാരം ഇല്ലാന്നിരിക്കട്ടെ. അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളെന്ത് വേണം? ഈ വിവാഹത്തിനോടനുബന്ധിച്ച് തന്നെ നല്ല വെള്ളിയുടെ മറ്റു ഒരു കാരണവശാലും സ്വർണത്തിൻ്റെയോ അല്ലെങ്കിൽ ബ്ലാക്ക് ഗോൾഡ് പിന്നെ സ്മിത്തിൻ്റെയോ അല്ലെങ്കിൽ ബ്ലാക്ക് ആയിട്ടുള്ള മെറ്റലുണ്ടാവില്ല അതിൻ്റേതോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള സ്റ്റീലാവട്ടെ മറ്റുള്ള ഒരു തരത്തിലതോ അല്ലാതെ വെള്ളിയുടെ തന്നെ നിർബന്ധമായിട്ടും ഈ പെൺകുട്ടികൾക്ക് നമ്മൾ ഇത് ധരിപ്പിച്ച് കൊടുക്കുന്നത് നല്ലതാണ്. ഇതിൽ വേറൊരു കാര്യം കൂടി എടുത്തു പറയുന്നു, അതോടുകൂടി നമുക്ക് ഇതാക്കാം. എന്താണെന്ന് വെച്ചാൽ ഈ ശരീരത്തിലുണ്ടാകുന്ന നെഗറ്റീവ് എനർജി ഉണ്ടല്ലോ, ഈ നെഗറ്റീവ് എനർജിയെ ആഗിരണം ചെയ്ത് ഭൂമിയിലേക്ക് ഒഴിവാക്കി വിടാനും ഈ പറയുന്ന മിഞ്ചിക്ക് കഴിയുന്നുണ്ട്. നമ്മുടെ ശരീരത്തിലുള്ള നെഗറ്റീവ് എനർജിയെ അങ്ങോട്ട് തള്ളുന്നു എന്ന് മാത്രമല്ല, ഭൂമിയിലുള്ള പോസിറ്റീവ് എനർജിയെ ആഗിരണം ചെയ്ത് ശരീരത്തിലെത്തിക്കാനും ഈ മിഞ്ചിക്ക് അതിൻ്റെതായ പ്രാധാന്യം ഉണ്ട് എന്നർത്ഥം. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, സ്വർണമല്ല വേണ്ടത്. ഇന്ന് നിരവധി ആൾക്കാർ സ്വർണം ഉപയോഗിക്കുന്നുണ്ട്. അരക്ക് താഴെ വെള്ളി മാത്രമേ ഉപയോഗിക്കാവൂ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട വെച്ചാൽ ഈ വെള്ളി ആഭരണം അരക്ക് താഴെ മാത്രമാണെന്ന് പറയുന്ന കൂട്ടത്തിൽ തന്നെ ഞാൻ ഇതിന് മുമ്പ് ചെയ്ത 2-3 വീഡിയോ അതെല്ലാം വളരെ എല്ലാവർക്കും ആവശ്യമുള്ളതായിട്ടൊരു കാര്യമാണ്. കാരണം മൂക്കൂത്തി ധരിക്കുന്നതിൻ്റെ എന്താണ് അതിൻ്റെ പിന്നിലുള്ള തത്വം, എന്തിനു വേണ്ടിയാണ് ധരിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് മുന്നേ. നിരവധി ആൾക്കാർ അത് കണ്ട് നല്ല നല്ല അഭിപ്രായം വന്നിട്ടുള്ളൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലിടാം. അതുപോലെ തന്നെ പാദസരം ധരിക്കുന്നത് എന്തിനാണ്, അതിൻ്റെ ശാസ്ത്രീയമായ വശം എന്താണ് എന്നതിനെക്കുറിച്ചും ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെയിടാം. അതുപോലെ തന്നെയാണ് ചില ആൾക്കാർ മേക്കാതെ കുത്തുന്നുണ്ട്. കമ്മൽ നമ്മൾ കുത്തുന്നുണ്ട്, അതുകൂടാതെ മുകളിൽ 3, 4, 5 ഒക്കെ മേക്കാതെ കുത്തുന്നുണ്ട്. ഇത് എന്തിനാണ്, ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ചും ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കതെല്ലാം നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ ഇനിയെങ്കിലും ഇത് ഏത് കാര്യം ചെയ്യുമ്പോഴും അതിന് പിന്നിലുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ട് വേണം ആ കാര്യങ്ങൾ ചെയ്യാൻ. എന്നാലേ അതിൻ്റെ ഗുണം നമുക്ക് കിട്ടുകയുള്ളൂ. ഇല്ലാതെ നമ്മൾ ചെയ്തിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. അപ്പോഴെന്ത് വേണം? നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ പരമാവധി ആൾക്കാരിലേക്ക് അയച്ചു കൊടുക്കുക. എല്ലാവരും അറിയട്ടെ. ഈ വിഷയത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങളിതിൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ അത് രേഖപ്പെടുത്തുക. ഇന്നതാണ് സംശയം എന്നുള്ളത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഇവിടെ കമൻറ്റ് ബോക്സിൽ തോക്കൂ. താഴെ കമൻറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്, അവിടെ തൊട്ട് കൊടുക്കുകയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ എഴുതാനുള്ള സൗകര്യം ഉണ്ടാവും. പിന്നെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ, ഈ പ്രഭാഷണം ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്ത് പറയുന്നത്, ഇതുപോലത്തെ നിരവധി പ്രഭാഷണം കിട്ടും. ഞാൻ പറഞ്ഞു ഇതിനു മുമ്പ് മൂക്കൂത്തിയെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതുപോലുള്ള നിരവധി പ്രഭാഷണം കിട്ടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ദയവായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് എന്ന് പറയുമ്പോൾ ചില ആൾക്കാർക്ക് അറിയണമെന്നില്ല, കാരണം ഇത് കൂടുതലും പ്രായമുള്ള ആൾക്കാരല്ലേ നമ്മുടെ ചാനൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ താഴെ സബ്സ്ക്രൈബ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്, അവിടെ ഒന്ന് തൊട്ട് കൊടുക്കുക. തൊടുമ്പോൾ തന്നെ അവിടെ ഒരു മണിയുടെ ചിത്രം വരും, അതും കൂടി തൊടുക മതി. ഇനി ഞാൻ ഇവിടെ ഇടുമ്പോൾ ഏതെങ്കിലും ഒരു വീഡിയോ ചെയ്ത് ഇവിടെ പോസ്റ്റ് ചെയ്താൽ ഉടൻ തന്നെ നിങ്ങൾക്ക് മെസ്സേജ് വരും. എല്ലാ ദിവസവും നമ്മളിവിടെ നോക്കുക എന്തെങ്കിലും മെസ്സേജ് വന്നിട്ടുണ്ടോ എന്ന്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഈ വീഡിയോ വന്നതേ കാണാം, അവിടെ തൊട്ട് കൊടുക്കുക. സൗകര്യമുള്ള അനുസരിച്ച് സമയത്ത് ചെയ്താലും മതി കേട്ടോ, നിങ്ങൾക്ക് ആ വീഡിയോ കാണാം. ഏതായാലും ഞാൻ മറ്റൊരു വീഡിയോയുമായി മറ്റൊരു അവസരത്തിൽ വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.